നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വോട്ടെടുപ്പിന് ശേഷമുള്ള നിരവധി വിശകലനങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മൾ പലരും അതെല്ലാം കേട്ട് കഴിഞ്ഞതാണ്. എന്നാൽ ആ വിശകലനങ്ങൾ എത്രമാത്രം ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ഒത്തുപോകുന്നതാണ് എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംശയം സ്വാഭാവികമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വിശകലനം പൂർത്തീകരിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു എക്സിറ്റ് പോൾ നല്ല രീതിയിൽ നടത്താനായിട്ട് കഴിയണം. അതല്ലെങ്കിൽ പൊതുവെ ആ നിയോജകമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിൽ വരുന്ന വിവിധ മേഖലകളിലുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിൻ്റെയും അവരുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, അല്ലെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്ത് തലത്തിലുള്ള അവരുടെ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. ഈ നിഗമനങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഞാനിപ്പോൾ നടത്തുന്ന വിശകലനത്തിനുമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മൾ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്ത ഒരു കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് അതിലുള്ള താല്പര്യം വളരെ വലുതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ കണക്കാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫലം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ നിർവചിക്കാനായിട്ട് കഴിയുന്ന വളരെ ശക്തമായ ഒരു ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. വളരെ വർഷങ്ങളായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ പാകിയ കേരളത്തിലെ ആദ്യത്തെ ലോകസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ കരുതിയിരുന്നത് കേരളത്തിൽ ആദ്യം ബി ജെ പി നേടുന്നത് ഒരു എം പി എന്ന നിലയ്ക്ക് ബി ജെ പിക്ക് ആദ്യമായിട്ട് പറഞ്ഞയക്കാനായിട്ട് കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കും എന്നായിരുന്നു. പക്ഷേ അത് തെറ്റി. തൃശ്ശൂരിൽ നിന്നാണ് ആദ്യത്തെ എം പി ബി ജെ പിക്ക് ഉണ്ടായത്. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെങ്കിൽ പോലും തിരുവനന്തപുരം നിരന്തരമായി ബി ജെ പി വളർത്തിക്കൊണ്ട് വികസിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു നിയോജക മണ്ഡലമാണ്. തൃശ്ശൂരിൽ മറ്റു ചില സാഹചര്യങ്ങൾ കൂടിയാണ് ആദ്യത്തെ എം പിയെ തൃശ്ശൂരിൽ നിന്ന് നിർമ്മിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും തിരുവനന്തപുരം തൃശ്ശൂരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അടിത്തറയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അതിൽ പ്രധാനപ്പെട്ട 4 നിയോജക മണ്ഡലങ്ങളും മറ്റൊരു നിയോജകമണ്ഡലത്തിലെ 4 വാർഡുകളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന മേഖലയിൽ വരുന്ന 101 വാർഡുകൾ അങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് വളരെ ശക്തമായി ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് യുദ്ധം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അതിനെ കാണുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ദൃശ്യസാധ്യതയുള്ള, വളരെ കൂടുതൽ അധികാരത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നൽകുന്ന ഒരു അധികാര കേന്ദ്രം കൂടിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് ജയിച്ച ആര്യ രാജേന്ദ്രൻ തുടക്കത്തിൽ വളരെ ശ്രദ്ധേയയായ ഒരു മേയറായിരുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സി പി എം ആരോടാണ് മത്സരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആര്യ രാജേന്ദ്രനുമായിട്ടാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് സി പി എമ്മിന് തലവേദനയായി മാറിയത്. അതുകൊണ്ട് സി പി എം പറഞ്ഞു ആ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് ആര്യ രാജേന്ദ്രൻ ഭാണ്ഡക്കെട്ടെടുത്ത് പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് തുടക്കത്തിൽ തന്നെ എൽ ഡി എഫിനെ എത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചതെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അതിനെ മറികടക്കാൻ വേണ്ടി നിരന്തരമായിട്ട് സി പി എം അതിൻ്റെ പാർട്ടി സംവിധാനത്തെ, പാർട്ടി മിഷണറിയെ, മുൻ മേയറായിരുന്ന പ്രശാന്ത് ബ്രോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിരുന്നു. അതെത്രമാത്രം ആ ചികിത്സ അവിടെ ഫലിച്ചു എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്താണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിശകലനത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാനായിട്ട് കഴിയും.
ഒരു പരിധിവരെ ആ ചികിത്സ ഫലം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കഴിഞ്ഞവണ നേടിയ നേട്ടം, സ്വതന്ത്രനടക്കം 53 സീറ്റ് നേടിയത് ഒരിക്കലും നിലനിർത്താൻ കഴിയില്ല എന്ന് തീർച്ചയാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മുന്നേറ്റം സൃഷ്ടിക്കുന്നത് BJP തന്നെയാണ്. BJPക്കും അതുപോലെ തന്നെ മറ്റ് പലയിടത്തും ഇല്ലാത്ത പരിക്കുകൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുള്ള അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ്. അവിടെ തിരുമല അനിലിൻ്റെ ആത്മഹത്യയും അനന്തുവിൻ്റെ ആത്മഹത്യയും യഥാർത്ഥത്തിൽ BJPയെ പിടിച്ചുലച്ച സംഭവങ്ങളായിരുന്നു. അപ്പോൾ അധികാരത്തിലേക്ക് എത്തുകയോ അധികാരത്തിൽ വരികയോ ഒക്കെ ചെയ്താൽ എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നെഗറ്റീവുകൾ നിർമ്മിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് അവരുടെ ഈ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ അവരുടെ നിലപാടുകളെ കൈപിടിച്ചുയർത്താൻ പോലും പറ്റാത്ത തരത്തിൽ പരിക്കേറ്റ് കിടക്കും. ഇപ്പോൾ അധികാരത്തിൽ വരുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ അത് 3 പേരും കുറേശ്ശെ BJP വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും മറ്റുള്ളവർ ഏറ്റവും കൂടുതലായിട്ട് അത് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. അങ്ങനെ ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തന്നെ നെഗറ്റീവായിട്ടുള്ള ബാധ്യതകൾ CPMന് വലിയ പ്രശ്നമായി തീർന്ന സമയത്ത് അവർ അത് തിരിച്ചറിഞ്ഞാൽ ഒരു മെച്ചമുണ്ട്, കുറച്ചൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മേയർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പിന്നീട് ഓരോ വാർഡിലും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വിജയത്തിൻ്റെ തോതിലേക്ക് എത്താനായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് അവരുടെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി. BJP അവരുടെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് പ്രധാനമന്ത്രി 45 ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തെത്തുകയും ഈ നഗരത്തെ ഒരു വിശ്വനഗരമാക്കി മാറ്റി തീർക്കും എന്ന പ്രഖ്യാപനമൊക്കെ നടത്തി. അതൊരു വലിയ ഓഫറാണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അത് ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുടെ ഇടയിൽ എന്നുവെച്ചാൽ 3 പാർട്ടികളും ശക്തമായിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടതിനിടയിൽ അതിനെത്രമാത്രം ലിവറേജ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് അത്രമാത്രം അവർക്ക് മൈലേജ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ച് മൈലേജ് പക്ഷേ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രതീക്ഷ അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം അവർ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ കൊണ്ട് ചൊരിയുന്നത് വികസനത്തിന് വേണ്ടി. അതിൻ്റെ ഒരു ചെറിയൊരംശം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനായിട്ട് BJPയുടെ ഒരു മേയർ എത്തിയാൽ കഴിയും എന്ന് വിചാരിക്കുന്ന പലരും തിരുവനന്തപുരത്തുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പോൾ അവരുടെ വോട്ടുകളൊക്കെ ചേർന്ന് BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന 35 സീറ്റിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. LDFന് അവർക്കുണ്ടായിരുന്ന 53 സീറ്റിൽ താഴെ രണ്ടുപേരും, അതുപോലെ തന്നെ UDFന് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് കുറച്ചുകൂടി കയറി ഒരു 20 സീറ്റിനടുത്തേക്ക് അവർക്ക് വേണമെങ്കിൽ എത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ BJPയും അതേപോലെ തന്നെ LDFും തമ്മിൽ ഉള്ള ഒരു കിടമത്സരത്തിൽ രണ്ടുപേർക്കും ഏതാണ്ട് 40ന് മുകളിൽ സീറ്റുകൾ വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഇപ്പോൾ നമ്മളെ നിന്ന് വിലയിരുത്തുന്ന സമയത്ത്, അകന്നിരുന്ന് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നുവെച്ചാൽ 50 സീറ്റിനപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു കക്ഷിക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നിട്ടുള്ള വിശകലനത്തിൽ നിന്ന്. കാരണം ഒരു നല്ല സ്വിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് 35 സീറ്റിൽ നിന്ന് BJPയുടെ ഈ പ്രീ പോൾ സർവേ എന്ന് പറഞ്ഞ് ഇറക്കിയ 60 സീറ്റിലേക്ക് എത്തിച്ചേരണമെങ്കിൽ. 60 സീറ്റ് എന്ന് പറഞ്ഞാൽ മാജിക് ഫിഗർ അത്ര എളുപ്പമല്ല. അപ്പോൾ അവിടെ എന്താണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള IPS, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത വലിയൊരു അബദ്ധമാണ് അവിടെ കാണിച്ചത്. കാരണം പ്രീപോൾ സർവേ ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ പോസ്റ്റ് ചെയ്ത് പുറത്തുവിടുകയാണ് ചെയ്തത്. അത് തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനം തന്നെയാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളല്ലല്ലോ IPSകാരിയായിട്ടുള്ള ആ സ്ഥാനാർത്ഥി. പക്ഷെ അവർ ചെയ്തു. വിമർശനം വന്ന സമയത്ത് പിൻവലിച്ചു. പക്ഷേ ഇതൊക്കെ കാണിക്കുന്നത് ഈ ഹാരി രാജേന്ദ്രനെ പോലെയുള്ള പക്വതയില്ലാത്ത മറ്റൊരു സ്ത്രീ അവിടെ മേയർ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള സന്ദേശമാണ് ഒരുവിധം ഭേദപ്പെട്ട ആളുകളുടെ ഇടയ്ക്ക് അത് നിർവഹിച്ചത്. അത് ഒരു നല്ല സൈനായിരുന്നില്ല.
BJPയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ BJPയുടെ വർക്കേഴ്സ് വളരെയധികം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള ഇമേജൊക്കെ ഇവരെ പോലുള്ള ആളുകൾ ഇരുന്ന് പൊട്ടിക്കുന്ന കാഴ്ച പോലും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ എനിക്ക് തോന്നിയത് BJPക്ക് മുന്നേറ്റമുണ്ടാകും. അവർ 35 സീറ്റിൽ 40 മുകളിലേക്ക് പോവുകയും അതേപോലെ തന്നെ CPM എന്ന് പറയുന്ന 53 താഴേക്ക് ഇറങ്ങി വന്ന് 40 മുകളിൽ നിൽക്കുകയും ചെയ്യും. ഇവർ തമ്മിലുള്ള ആ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിൽ ആര് മുന്നിൽ വരുമെന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റണമെങ്കിൽ അങ്ങനത്തെ ഒരു സിങ് ഉണ്ടാകുമായിരുന്നു. ആ സിങ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ്. സ്ലൈറ്റ് സിങ് ഉണ്ടെങ്കിൽ ഈ 35-60 ആവുക മാജിക് ഫിഗറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ളൊരു ദൃശ്യം കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ വോട്ടുകൾ LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അവർക്ക് നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ ക്ഷേമപ്രവർത്തനത്തിലുള്ള മാറ്റം അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2000 രൂപ അവരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് 2000-ഉം 1600-ഉം 3600 രൂപ പെട്ടെന്ന് കയ്യിലെത്തിയ സമയത്തുണ്ടായ ഒരു മാറ്റം അതൊരു മിന്നൽ മാറ്റമാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത് കൃത്യമായിട്ട് BJP ബീഹാറിലും അതേപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രയോഗിച്ചതാണ്. ആദ്യം അത് ആപ്പാണ് ഡൽഹിയിൽ പ്രയോഗിച്ചത്. ഈ ഒരു ഫ്രീ ബീസ് പ്രോസസ്സ് അത് കാണാതെ ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ശരിയല്ല. അപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ LDFൻ്റെ കയ്യിലിരുന്ന് വോട്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള അത് തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരു പ്രോസസ്സ് അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ മിഡിൽ ക്ലാസ്സിലും അപ്പർ ക്ലാസ്സിലും പൊതുവേ കേരളത്തിൻ്റെ ഭരണത്തിനോടുള്ള ഒരു വെറുപ്പ്, അതോടൊപ്പം തിരുവനന്തപുരം മേയർ എന്ന നിലയ്ക്ക് ആര്യ രാജേന്ദ്രൻ കാട്ടിക്കുട്ടി വികൃതികളോടുള്ള എതിർപ്പ് അതൊക്കെ അവിടെ വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ LDFനെതിരായിട്ടുള്ള വോട്ടുകളായിട്ട് കുറേയെങ്കിലും മാറിത്തീരും. അതുകൊണ്ടാണ് അവർ 53-ൽ താഴോട്ട് ഇറങ്ങി 40 മുകളിലേക്ക് എത്തേണ്ടതും. ഇതേ സമയത്ത് തന്നെ BJPക്ക് 35-ൽ നിന്ന് 40 മുകളിലേക്ക് പോകാം. അതെത്ര? അതെന്തായാലും 50 കടക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് അവിടെ ഒരു സിങ് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ആര് ഭരണത്തിലെത്തും എന്നുള്ളത് നിർവചിക്കാനായിട്ട് പറ്റില്ല. കാരണം ആർക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഈ സാഹചര്യത്തെ പിന്നീട് വരാൻ പോകുന്നതായിട്ടുള്ള ഈ ഭരണസമിതി കൈകാര്യം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം മാത്രമാണ്. കാരണം നമുക്കതൊരു നിഗമനത്തിലെത്താൻ പറ്റില്ല. വളരെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയായിരിക്കും ആ സമയത്ത് രൂപപ്പെടാൻ സാധ്യതയുള്ളത്. കാരണം ഇതിലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാനായിട്ട് പറ്റില്ല. കോംപ്രമൈസ് ചെയ്താൽ അതവരുടെ ഭാവിയെ ബാധിക്കുന്നതായിരിക്കും. BJPക്ക് കോൺഗ്രസ്സിനെയോ അതേപോലെ തന്നെ CPMനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. CPMന് കോൺഗ്രസ്സിനെയോ BJPയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് പകരം അതുപോലെ തന്നെ കോൺഗ്രസ്സിനും മറ്റ് രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പുതുതായിട്ട് ഉത്തരം കണ്ടെത്തേണ്ടതുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത്തരത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോകും എന്നാണ് പൊതുവെ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ അനാലിസിസ് എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്.